ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ, ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കാണാത്ത തീരങ്ങൾ എന്ന നോവലിൻ്റെ 7ാമത്തെ അധ്യായമാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാർദവമായ സ്വാഗതം. അപ്പോൾ നമ്മൾ നോവലിലേക്ക് പോയാലോ. പൂച്ചെടികളിലെ കളകൾ നുള്ളിയെടുത്തുകൊണ്ട് മുറ്റത്ത് തന്നെ നിൽക്കുകയായിരുന്നു അല്ലിമ. രാവിലെ കുറച്ച് വൈകിയാണ് അവൾ ചെടിക്ക് വെള്ളമൊഴിക്കാൻ ഇറങ്ങിയത്. ആ ജോലിയുടെ ദൈർഘ്യം പതിവിലും ഇരട്ടിയായിരുന്നു. ഞായറാഴ്ച ആയതിനാൽ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ട്. രാവിലത്തെ നടപ്പ് കഴിഞ്ഞ് വന്ന് രാജഗോപാൽ 8 മണിവരെ സിറ്റൗട്ടിലിരുന്ന് പത്രം വായിച്ചു. ആ സമയത്തിനുള്ളിൽ അല്ലിമ മുറ്റം തൂത്ത് വൃത്തിയാക്കി. അടുക്കളപ്പണികളിൽ സഹായിക്കണമെന്ന് ശ്രീലക്ഷ്മി വന്ന് പറഞ്ഞപ്പോൾ അല്ലിമ വിസമ്മതം പ്രകടിപ്പിച്ചു. ഇന്ന് ഞാൻ പുറംപണിയെല്ലാം ഏറ്റെടുത്ത് ചെയ്യുക. പുറംപണിയെന്ന് വെച്ചാൽ ഇത്ര കണ്ട ചെയ്യാൻ എന്തിരിക്കുന്നു? ശ്രീലക്ഷ്മി നീരസപ്പെട്ടു. വിന്ദുവിനോട് പറ അമ്മേ, അവൾക്കിന്ന് ക്ലാസ്സില്ലല്ലോ. ക്ലാസ്സുള്ള ദിവസം മാത്രം പഠിച്ചാൽ മതി. സ്റ്റുഡൻസ് എല്ലാ ദിവസവും പഠിക്കണം. പഠിക്കാമെന്നുള്ളത് അവരുടെ ജോലിയാണ്. എനിക്കും കുറേ പഠിക്കാനുണ്ട്. എന്നെ ഒന്നിനും വിളിക്കലേ. വിന്ദാര ഒഴിഞ്ഞു മാറി. ഞാനും സ്റ്റുഡൻറ്റ് തന്നെയാണ്, എനിക്കും പഠിക്കാനുണ്ട്. അതൊക്കെ മാറ്റി വെച്ചിട്ടാണ് ഞാൻ. അല്ലിമ തർക്കിച്ചു. ഇവിടെ എന്ത് പുറംപണിയാ അമ്മേ? മുറ്റം തൂത്ത് കഴിഞ്ഞു. ചേച്ചി എന്താ ചെടികളെ കുളിപ്പിക്കുകയാണോ? നനച്ചാൽ മാത്രം പോരെ? വിന്ദാര ചോദിച്ചു. അതാ ഞാനും ചോദിക്കുന്നത്. ശ്രീലക്ഷ്മി വിന്ദാരയുടെ പക്ഷത്ത് നിന്നു. അല്ലിമ അത് കേട്ടതായി പോലും ഭാവിക്കാതെ തൻ്റെ ജോലി തുടർന്നതോടെ രണ്ടുപേരും പിൻവാങ്ങി. അല്ലിമ കൂടെ മൊബൈലിലെടുത്ത് സമയം നോക്കുന്നുണ്ടായിരുന്നു. ഹരിപ്പാട് നിന്നും രാവിലെ കാറിന് യാത്ര തിരിച്ചാൽ എത്തേണ്ട സമയമായില്ലേ? കൂടി വന്ന 2.5 മണിക്കൂർ. ഒരു തവണ അല്ലിമ സമയം നോക്കിയപ്പോൾ 8:34. ഫോണിൽ നിന്നും കണ്ണെടുത്ത് റോഡിലേക്ക് നോക്കി. ഏതൊക്കെയോ വില്ലകളിൽ ഇടവിട്ട് കാറ് വരുന്നുണ്ട്. ഈ ഭാഗത്തേക്ക് മാത്രമില്ല. ഒന്ന് വിളിച്ചു നോക്കിയാലോ? വേണ്ട. അല്ലിമ ഫോൺ സിറ്റൗട്ടിൽ വെച്ചിട്ട് ഗേറ്റിൻ്റെ വലതുവശത്തുള്ള പൂച്ചെടികളുടെ ശുശ്രൂഷയ്ക്കായി തയ്യാറെടുത്തു. തുറന്നു കിടന്ന ഗേറ്റിൻ്റെ ഒരു പാളി അടച്ചു. ഒരു അന്ധചേതന കൊണ്ട് പെട്ടെന്ന് മുഖമുയർത്തി റോഡിലേക്ക് നോക്കി. അത്ഭുതം കൊണ്ട് അവളുടെ മിഴികൾ വികസിച്ചു. സന്ദീപിൻ്റെ കാറ് മെല്ലെ ഒഴുകി വരുന്നുണ്ട്. അവൾ സ്വയം മറന്ന് അത് നോക്കിക്കൊണ്ട് നിന്നു. കാർ ഗേറ്റിനടുത്ത് സാവധാനത്തിലായി. ഗേറ്റിൻ്റെ ചില്ല് താഴ്ന്നു. സന്ദീപ് അവളെ നോക്കി ചിരിച്ചുകൊണ്ട് കൈത്തലം ഉയർത്തി. അല്ലിമയും കൈ ഉയർത്തി കാട്ടിക്കൊണ്ട് ഗേറ്റിൻ്റെ തുറന്ന ഭാഗത്തേക്ക് ചെന്നു. ഹലോ, സന്ദീപ് വിഷ് ചെയ്തു. ഇവിടെ എന്താ പണി? ഇത് തന്നെ, വെയിറ്റിംഗ്. ഇപ്പോൾ വരുമെന്ന് കരുതിയോ? രാവിലെ മുതൽ ഞാനിവിടെയാണ്. മുറ്റം തോക്കൽ, ചെടിക്ക് വെള്ളമൊഴിക്കൽ, കളയെടുക്കൽ. വിളിച്ചില്ലല്ലോ, എവിടെ എത്തിയെന്നറിയാൻ. ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുന്ന ആളെ എന്തിനാ വിളിച്ച് ശല്യപ്പെടുത്തണേ? വിളിക്കാതിരുന്ന ആ 2 മിനിറ്റ് കൂടി നേരത്തെ എത്തില്ലേ? ബാക്കിയുള്ളവരൊക്കെ എന്തിയേ? എല്ലാവരും ഉണ്ട്. ഞാൻ വീട്ടിലൊന്ന് കയറി ഹാജർ വെച്ചിട്ട് വരാം. വല്ലതും കഴിച്ചോ? ഇല്ല, രാവിലെ കാറിൽ കയറി ഇരുന്നിട്ട് ഇതുവരെ ഇറങ്ങില്ല. എന്നാൽ വേഗം ചെല്ല്. ഓക്കെ. സന്ദീപ് അവളെ തന്നെ നോക്കി ചിരിച്ചുകൊണ്ട് കാറ് മുന്നോട്ടെടുത്തു. അവൻ വൈഷ്ണവിയുടെ വീട്ടുമുറ്റത്തേക്ക് ചെന്ന് കയറുന്നതും കാറിൽ നിന്നിറങ്ങുന്നതും സിറ്റൗട്ടിലേക്ക് കയറി ചെല്ലുന്നതെല്ലാം നോക്കിക്കൊണ്ട് അല്ലിമ അവിടെ തന്നെ നിന്നു. ഒരു ചൂളമടി കെട്ട് അല്ലിമ തിരിഞ്ഞു നോക്കി. അപ്സ്റ്റെയറിലെ ബാൽക്കണിയിൽ വിന്ദാര. പിന്നീട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനിരുന്നപ്പോൾ വിന്ദാര പറഞ്ഞു, ഇവിടെ ഒരാൾ രാവിലെ മുതലേ പുറം പണി. മുറ്റം തൂക്കണേ, ചെടികളെ താലോലിക്കണേ, ആറ്റോളെ കുളിപ്പിക്കണേ. പൂച്ചെടികളോടൊക്കെ എന്തോ ഒരു സ്നേഹം. അതിനെന്താ? രാജഗോപാൽ ചോദിച്ചു. അവളല്ലേ ഇവിടുത്തെ ചെടികളെ പരിപാലിക്കുന്നേ. അവൾ നോക്കിയില്ലെങ്കിൽ ഒരു ചെടിയെങ്കിലും മുറ്റത്തുണ്ടാവുമോ? അവൾ ഓരോ നഴ്സറിയിൽ നിന്ന് വാങ്ങിക്കൊണ്ടെന്ന് വെച്ച ചെടികളെല്ലാം. എന്നാലും അച്ഛാ, ഇങ്ങനെയുണ്ട് ഒരു പൂച്ചെടി സ്നേഹം. ചിലർക്ക് അങ്ങനെയാണ്. ഗാർഡനിങ്ങിനോടാണ് ഏറ്റവും ഇഷ്ടം. ഇത് അതൊന്നല്ല അച്ഛാ. രാവിലെ ഒരു കക്ഷി അരിപ്പാട്ടെന്ന് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആളെത്തുന്നത് കാണാൻ വേണ്ടിയുള്ള കാത്തുനിൽപ്പായിരുന്നു. പാവം പൂച്ചെടികൾ വല്ലതും അറിയുന്നുണ്ടോ? എല്ലാവരും വിന്ദാരയിൽ നിന്നും കണ്ണെടുത്ത് അല്ലിമയെ നോക്കി. അല്ലിമയുടെ മുഖം അരുണാഭമായി. അവൾ വെറുതെ ഓരോന്ന് പറയുന്നത് അച്ഛാ. ആ സന്ദീപിൻ്റെ കാര്യമാണോ നീ പറയുന്നത്? ശ്രീലക്ഷ്മി വിന്ദാരയോട് ചോദിച്ചു. ആണെന്ന്. അയാൾ വന്ന് ഗേറ്റിൽ കാർ സ്ലോ ചെയ്തു. ചേച്ചിയുമായിട്ട് സംസാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ ചേച്ചിയുടെ മുഖമൊന്ന് കാണണം.
എന്താ പുഞ്ചിരി, എന്താ മൂളിപ്പാട്ട്. സന്ദീപ് വന്നു മോളെ, രാജഗോപാല തിരക്കി. വന്നു, അല്ലിമ സമ്മതിച്ചു. നിങ്ങൾ തമ്മിൽ കണ്ടോ? കണ്ടു. ഹായ് ഹലോ പറഞ്ഞു. ഞങ്ങൾ സ്ട്രേഞ്ചേഴ്സൊന്നും അല്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ? വിന്ദാര കമൻറ്റിട്ടു. ആ ഫ്രണ്ട്സ് എന്ന പ്രയോഗം അത്ര ശരിയല്ല, വേറെന്തോ ഒരു വാക്കാണ് ചേരുന്നത്. ഓടി അവിടുന്ന്, അല്ലിമ കളിയായി ശ്വസിച്ചു. ഫ്രണ്ട്ഷിപ്പ് നല്ലതാണ്, അതിനപ്പുറത്തേക്ക് പോയാൽ നിൻ്റെ ഫ്യൂച്ചർ പ്ലാനുകളെല്ലാം തെറ്റും, രാജഗോപാൽ മുന്നറിയിപ്പ് നൽകി. അല്ലിമ ഒന്നും പറഞ്ഞില്ല. തൽക്കാലം കണ്ണടച്ച് പാൽ കുടിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്, വിന്ദാര പരിഹസിച്ചു. അച്ഛനും അമ്മയും എങ്ങനെ ധരിച്ചാലും കുഴപ്പമില്ല എന്ന മട്ടിലായിരുന്നു അല്ലിമയ്ക്ക്. ഭക്ഷണം കഴിച്ച് കൈ കഴുകി തുടച്ച് അല്ലിമ ശ്രീലക്ഷ്മിയെ സമീപിച്ച് പറഞ്ഞു. അമ്മ, ഞാൻ അപ്പുറത്തെ വില്ല വരെ പോയിട്ട് വരട്ടെ. ഏതു വില്ല? സുധാരണങ്ങളുടെ. എന്താ ഉദ്ദേശം? സന്ദീപേട്ടനെ കാണണം, സംസാരിക്കണം. ഞങ്ങൾ ക്ലോസ് ഫ്രണ്ട്സ് അല്ലേ? അത്രയും ഫ്രണ്ട്ഷിപ്പിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എത്ര ക്ലോസ് ആയാലും കുറച്ച് അകലം പാലിക്കുന്നതല്ലേ നല്ലത്. പോവണ്ടെന്നാണോ? നിനക്കൊരു മനംമാറ്റം ഉണ്ടായിട്ടുണ്ടല്ലേ? അങ്ങനെ ചോദിച്ചാൽ നിൻ്റെ മനസ്സിലുള്ളത് പറഞ്ഞോടി. പറയട്ടെ. ഇപ്പോഴാണ് അങ്ങനെ ഒരു പ്രപ്പോസൽ വരുന്നതെങ്കിൽ ഞാൻ വേണ്ടാന്ന് പറയില്ല. അങ്ങനെ ഒരു സംശയം ഉണ്ടായിരുന്നെങ്കിലും മകളുടെ നാവിൽ നിന്നും അത് കേട്ടപ്പോൾ ശ്രീലക്ഷ്മിക്ക് ഒരു ഉൾക്കടലും തോന്നി. അപ്പോൾ നിൻ്റെ കരിയർ, സിവിൽ സർവീസ്, അതൊക്കെയോ? എല്ലാം നടക്കും അമ്മേ. കല്യാണം കഴിഞ്ഞിട്ടോ അതിനു മുമ്പേ? അതെനിക്ക് നിശ്ചയമില്ല. അതെന്താ നിശ്ചയമില്ലാത്തത്? നീ അങ്ങനെയല്ലല്ലോ ചിന്തിക്കാറ്. ഓരോ കാര്യത്തെക്കുറിച്ചും വ്യക്തമായ കാൽക്കുലേഷൻ ഇല്ലേ നിനക്ക്? ഉള്ളതുകൊണ്ടാണല്ലോ അന്ന് വേണ്ടാന്ന് പറഞ്ഞത്. ഇപ്പോൾ അതെല്ലാം തെറ്റിയോ? തെറ്റിയിട്ടൊന്നുമില്ല. എന്തായാലും നീ പോയിട്ട് വാ. പോകാൻ ഉത്സാഹിച്ചിറങ്ങിയതല്ലേ. ശ്രീലക്ഷ്മി അത്ര തൃപ്തിയില്ലാതെയാണ് പറഞ്ഞത്. അല്ലിമയ്ക്കത് മനസ്സിലാവുകയും ചെയ്തു. പോകണോ വേണ്ടയോ എന്ന് സംശയിച്ചെങ്കിലും പോകാനുള്ള തിരക്കായിരുന്നു മുൻതൂക്കം. സാധാരണ ഇവിടെ പോയാലും വിന്ദാരയെയും വിശാഖനെയും കൂടെ കൂട്ടാറുള്ളതാണ്. എന്നാലിപ്പോൾ അവരെയെല്ലാം അകറ്റി നിർത്താനാണ് അവൾ ഇഷ്ടപ്പെട്ടത്. അല്ലിമ സുധാകരൻ്റെ വീട്ടിലെത്തിയപ്പോൾ അവിടെയുള്ളവരെല്ലാം 3 മുറിയിൽ ഒത്തുകൂടിയിരിക്കുകയായിരുന്നു. ഡോർബെൽ കേട്ടപ്പോഴേ സന്ദീപിൻ്റെ കണ്ണിൽ പ്രതീക്ഷയുടെ തിളക്കുണ്ടായി. അത് അല്ലിമയാ, കിഷോർ പറഞ്ഞു. ഗോപിക എഴുന്നേറ്റ് ചെന്നപ്പോൾ അകത്തേക്ക് കയറണോ വേണ്ടയോ എന്ന് ശങ്കിച്ച് നിൽക്കുകയാണ് അല്ലിമ. ചേച്ചി വാ, കിച്ചുവേട്ടൻ്റെ പ്രൊഡിക്ഷൻ എത്ര കറക്റ്റാ? എന്ത് പ്രൊഡിക്ഷൻ? അല്ലിമ ചേച്ചിയാണെന്ന്. അതങ്ങനെ മനസ്സിലായി? സന്തുവേട്ടന് അങ്ങോട്ടുള്ള അറ്റാച്ച്മെൻറ്റ് ഞങ്ങൾക്കെല്ലാം അറിയാലോ. അത് 1 വേ ആയിരുന്നല്ലോ. വെള്ളപ്പൊക്കം കഴിഞ്ഞപ്പോൾ വീതി കൂട്ടി ബ്രോഡ്വേ ആക്കാനുള്ള സ്ഥലം കിട്ടി. ഇതൊന്നും ആരും അറിയില്ലെന്നാണ് ചിലരുടെ വിചാരം. അല്പം കുശുമ്പോടെയാണ് ഗോപിക അത് പറഞ്ഞത്. അല്ലിമയ്ക്ക് നാണക്കേട് തോന്നാതിരുന്നില്ല. വരണം വരണം, ഇരിക്കണം. അല്ലിമയെ കണ്ടതോടെ കിഷോർ ഒച്ചയിട്ടു. അല്ലിമയ്ക്കിരിക്കാൻ വൈഷ്ണവി കസേര നീക്കിയിട്ട് കൊടുത്തു. അല്ലിമയിരുന്നു. സന്ദീപ് അല്ലിമയെ നോക്കി പുഞ്ചിരി തൂക്കി. ഇവിടെ ഞങ്ങൾ അല്ലിമയുടെ കാര്യം തന്നെയാണ് പറഞ്ഞിരുന്നത്, വൈഷ്ണവി വെളിപ്പെടുത്തി. എൻ്റെ കാര്യം പറയാനെന്താ? വേറൊന്നുമില്ല, കല്യാണക്കാര്യം തന്നെ. അന്ന് ഞങ്ങൾ കല്യാണം ആലോചിക്കാൻ വന്നതും നാണം കെട്ട് തിരിച്ചു വന്നതും ഒക്കെ തന്നെ. അല്ലിമയുടെ മുഖം വിളറി. അല്ലിമയെ കുറ്റപ്പെടുത്തിയതല്ല, നല്ല ബോൾഡായിട്ട് പറഞ്ഞു വേണ്ടാന്ന്. പെൺകുട്ടികൾക്ക് അങ്ങനെ തന്നെ പറയാൻ കഴിയണം. അതിൻ്റെ പേരാണ് ഫ്രീഡം. അത് ശരിയാ, ഗോപിക സമ്മതിച്ചു. പക്ഷെ വേണം തോന്നിയാൽ അത് പറയാനുള്ള ഫ്രീഡം വേണം. അപ്പോൾ ഒലക്കയും പത്തലുമായിട്ട് ആരും ചാടി വീഴരുത്. സന്ദീപ് കസേരയിൽ ഇരുന്നു കൊണ്ട് തന്നെ ഒരു ചായക്കപ്പ് അല്ലിമയുടെ മുന്നിലേക്ക് നീക്കി വെച്ച് ഫ്ലാസ്കിൽ നിന്നും അതിലേക്ക് ചായ വെച്ചു. ചായ കുടിക്ക്, സന്ദീപ് പറഞ്ഞു. ഞാൻ ചായ കുടിച്ചിട്ടാണ് വന്നത്. സാരമില്ലെന്നേ, സന്തു തരുന്നല്ലേ, കിഷോർ പ്രോത്സാഹിപ്പിച്ചു. പ്രേമത്തിന് ചില നാണക്കേടുകൾ സഹിക്കേണ്ടി വരുമെന്ന് അല്ലിമയ്ക്ക് മനസ്സിലായി. പലപ്പോഴും വിളറുകയും ചൂളുകയും ചെയ്യപ്പെടേണ്ടി വന്നേക്കും. എന്നാലും അതിലൊരു സുഖമുണ്ട്. അല്ലിമ ചായക്കപ്പെടുത്ത് മെല്ലെ മൊത്തിക്കുടിച്ചു. അല്ലേ, വൈഷ്ണവ് വിളിച്ചു. നിങ്ങളെ തമ്മിൽ ഇഷ്ടത്തിലായല്ലോ, അതങ്ങ് ഉറപ്പിച്ചേക്കട്ടെ. എന്തുറപ്പിക്കട്ടെ എന്ന് അല്ലിമ അമ്പരന്നു. കല്യാണമല്ല, പരസ്പരം സമ്മതത്തോടെ ഇഷ്ടത്തിലാണെന്ന്. ഇല്ലെങ്കിൽ ഇല്ലയെന്ന് പറഞ്ഞു, മടിക്കണ്ട. ഇഷ്ടത്തിലാണ്, അല്ലിമ സമ്മതിച്ചു. അപ്പോൾ ഇനിയുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടത് വീട്ടുകാരാണ്. അതിനു മുമ്പ് നിങ്ങൾക്ക് പരസ്പരം എന്തെങ്കിലും ആലോചിക്കാനുണ്ടോ? ആരും ധൃതി കൂട്ടല്ലേ പ്ലീസ്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. എനിക്ക് സിവിൽ സർവീസിന് എഴുതാൻ താല്പര്യമുണ്ട്, അല്ലിമ പറഞ്ഞു. അത് കഴിഞ്ഞ് മതിയോ മാരേജ്?
സുധാകരൻ നായർ ചോദിച്ചു. സിവിൽ സർവീസ് ഈസി ആയിട്ട് ചെയ്യാവുന്ന കാര്യമല്ല. 1.5 ലക്ഷം പേരെങ്കിലും പ്രിലിമിനറി എഴുതിയാൽ അതിൽ നിന്ന് 10-1 പേരിൽ കൂടുതൽ മെയിൻസ് എഴുതാനുണ്ടാവില്ല. അതിൽ നിന്ന് ഇൻ്റർവ്യൂ കഴിഞ്ഞ് 1500 പേരൊക്കെയാണ് ട്രെയിനിങ്ങിന് സെലക്ട് ചെയ്യപ്പെടുക. അതായത് 100-ൽ ഒരാൾക്കേ അത് കിട്ടുന്നുള്ളൂ. ഞാൻ ആ 100-ൽ ഒരാളാകാൻ തീരുമാനിച്ചിരിക്കുകയായിരുന്നു, അല്ലിമ പറഞ്ഞു. സുധാകരൻ നായർ സന്ദീപിനെ നോക്കി. വർഷങ്ങളെടുക്കും. നിൻ്റെ അച്ഛനും അമ്മയും അത്രയ്ക്കും വെയിറ്റ് ചെയ്യുമോ? അത്രയ്ക്കും വെയിറ്റ് ചെയ്താൽ തന്നെ നിങ്ങൾ തമ്മിൽ ഇപ്പോഴുള്ള ബോണ്ട് അന്ന് നിലനിൽക്കുമോ? ഇപ്പോഴുള്ളത് വേറൊരു ഇഷ്ടം മാത്രമാണ്. മനുഷ്യൻ്റെ മനസ്സിലെ എപ്പോൾ വേണമെങ്കിലും മാറ്റം വരാം. വർഷങ്ങൾ നീളുന്ന യാത്രക്കിടയിൽ കൂടുതലും മെച്ചപ്പെട്ട ഒരാളെ കണ്ടുമുട്ടിയെന്ന് വരാം. ട്രെയിനിങ് ടൈമിൽ ഒരേ പ്രൊഫഷനിലുള്ള ആളുകളോട് അടുപ്പം തോന്നിയത് വരാം. മുമ്പ് തോന്നിയ ഇഷ്ടം ചാബല്യമാണെന്നും ബുദ്ധിപരമായി ചിന്തിക്കുമ്പോൾ പുതിയ ബന്ധമാണ് നല്ലതെന്നും തോന്നാം. അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്, ഇനിയും സംഭവിക്കുകയും ചെയ്യും. അപ്പോൾ സന്ദീപിന് മനസ്സിലായി, തൻ്റെ പ്രേമത്തിന് പ്രതിസന്ധികളുണ്ട്. സുഗമമാണെന്ന് തോന്നിയ സംഗതികൾക്കപ്പുറത്ത് തടസ്സങ്ങളുണ്ടാകാം. സന്ദീപായിട്ട് കൂടി ട്രൈ ചെയ്തൂടെ സിവിൽ സർവീസിന്? അല്ലിമ ചോദിച്ചു. അതൊക്കെ ലോട്ടറി അല്ലേ മോളെ, സുധാകരൻ നായർ പറഞ്ഞു. 2 പേർക്കും ഒരേപോലെ കിട്ടണമെന്നില്ല. ഒരാൾക്ക് മാത്രം കിട്ടിയാലും പ്രശ്നമാണ്. മാത്രമല്ല സന്ദീപിന് അതിഥിയൊക്കെ ഉത്സാഹമൊന്നുമില്ല. ട്രൈ ചെയ്യാലോ, അല്ലിമ വാദിച്ചു. ഒരാൾക്ക് നന്നായിട്ട് അറിയാം പുഴ നീന്തി കിടക്കാൻ പറ്റില്ലെന്ന്. കാരണം അയാൾക്ക് നീന്തൽ അറിയില്ല. ഒന്നുകൂടി ശ്രമിച്ചു നോക്കുമെന്ന് അയാളോട് പറഞ്ഞിട്ട് വെള്ളത്തിൽ ചാടിയ എന്ത് സംഭവിക്കും? സന്ദീപിൻ്റെ ഇഷ്ടപ്പെട്ട ജോലി പത്രപ്രവർത്തന. അവൻ്റെ അച്ഛൻ അവനെ ലോയറാക്കാനും അമ്മ ഡോക്ടറാക്കാനും നിർബന്ധിച്ച് നോക്കി. പക്ഷെ അവർ തോറ്റുപോയി. ഞാൻ ഈ വർഷം പ്രിലിമിനറി എഴുതുന്നുണ്ട്. അതുവരെ ഇങ്ങനെ പോട്ടെന്ന് വെച്ചാലോ, അല്ലിമ ചോദിച്ചു. ഈ വർഷം ഇനി എക്സാം ഉണ്ടോ? സന്ദീപ് ചോദിച്ചു. ഡിസംബറിലുണ്ടാവും. ഓക്കെ, ഒരു കൈ നോക്കാം, സുധാകരൻ നായർ താല്പര്യമില്ലാതെ പറഞ്ഞു. ചേച്ചി തോൽക്കും, ഉറപ്പാ. വെറുതെ എന്തിനാ സമയം കളയുന്നത്? ഗോപിക പറഞ്ഞു. കരുതാക്കൊണ്ടൊന്നും പറയാതടി, വൈഷ്ണവി മകളെ ശാസിച്ചു. പ്രേമവും പഠിപ്പും കൂടി മത്സരിച്ചാൽ പ്രേമേ ജയിക്കത്തുള്ളൂ, പഠിപ്പ് തോറ്റുപോകും. ഞാനതാ പറഞ്ഞത്. എന്തായാലും അല്ലേ ട്രൈ ചെയ്യട്ടെ. 5 മാസമല്ലേ ഉള്ളൂ. ഇപ്പോൾ തന്നെ ഫുൾ ടൈം ഫോണില്ല. പിന്നെ എവിടാ കോച്ചിങ്ങിന് സമയം? ഗോപിക ചോദിച്ചു. ആര് പറഞ്ഞടി ഞങ്ങളെപ്പോഴും ഫോണിലാണെന്ന്? സന്ദീപ് ശോസിച്ചു. എന്നോട് നന്ദനയാണ് പറഞ്ഞത്. അവളെന്നും കാണുന്നല്ലേ, റൂമിൽ കയറിയിട്ട് വാതിലടച്ചിരുന്നാണത്രേ കിണ്ണാണം പറച്ചിൽ. വീണ്ടും ഒരു നാണക്കേട് കൂടി തോന്നി. അല്ലിമ സന്ദീപിനെ കൺകോണിലൂടെ നോക്കി. സന്ദീപും ചൂളിപ്പിടിച്ചിരിക്കുകയാണ്. ഫോണൊക്കെ എല്ലാവരും യൂസ് ചെയ്യും, അതിനു വേണ്ടിയുള്ളതാണ് മൊബൈൽ ഫോൺ. കാമുകന്മാർക്ക് സംസാരിക്കാൻ ബാക്കി ഉപയോഗങ്ങളൊക്കെ 2ാമതും 3ാമതൊക്കെ വരൂ, കിഷോർ പ്രഖ്യാപിച്ചു. ഇതെല്ലാവരും ഒന്ന് കുറിച്ചെടുത്തോളണേ. നമുക്ക് ആവശ്യം വരുമ്പോൾ ആരും എതിർത്ത് പറയരുത്, ഗോപിക എല്ലാവരോടുമായി പറഞ്ഞു. അതൊരു ചിരി പടർത്തിയെങ്കിലും മെല്ലെ നിശബ്ദത വന്ന് അവർക്കിടയിൽ പതിയിരുന്നു. ഒടുവിൽ കിഷോർ ചോദിച്ചു. എല്ലാവരും പെട്ടെന്നെന്താ നിർത്തിയേ? അല്ലിമ ആലോചനയിലായിരുന്നു. ചായ കുടിച്ച് തീർക്ക്, വൈഷ്ണവി അല്ലിമയോട് പറഞ്ഞു. ചായ തണുത്തു തുടങ്ങിയിരുന്നു. ഞാനൊരു കാര്യം പറയാം. സുധാകരൻ നായർ മേശമേൽ കൈമുട്ടുകളൊന്നി മുന്നോട്ട് ആഞ്ഞിരുന്നു. അല്ലിമയ്ക്ക് സിവിൽ സർവീസ് നോക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അത് മാത്രം മതി. മനസ്സിൽ 3-4 വർഷം വെയിറ്റ് ചെയ്യാനൊന്നും സന്ദീപിന് പറ്റില്ല. അത് വീട്ടിൽ നടക്കുന്ന കാര്യമല്ല. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷം മാരേജ് നടത്തണം. അല്ലിമ ശരിക്കും സിവിൽ സർവീസസ് എഴുതാൻ ഉദ്ദേശിച്ചത് എപ്പോഴാണ്? PG കഴിഞ്ഞിട്ട് 6 മാസം സിവിൽ സർവീസിന് കോച്ചിങ്ങിന് കൂടി പോയിട്ട് വേണമെന്നായിരുന്നു, അല്ലിമ പറഞ്ഞു. സന്ത് കേട്ടല്ലോ. അവൾ അങ്ങനെയൊക്കെ മുമ്പ് തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതങ്ങനെ തന്നെ പോട്ടെ. IFS ഓഫീസറോ കളക്ടറോ IPSകാരിയോ ആയിട്ട് ഉയരാൻ സാധ്യതയുള്ള ഒരു പെൺകുട്ടിയെ പ്രേമത്തിൽ കുരുക്കിയിട്ട് അവളുടെ കരിയർ സ്പോയിൽ ചെയ്യരുത്, എൻ്റെ അഭിപ്രായമാണ്. അല്ലിമ സന്തുവിന് വേണ്ടി ഫ്യൂച്ചർ പ്ലാൻ വേണ്ടെന്ന് വയ്ക്കുകയും ചെയ്യരുത്. പിന്നീട് നഷ്ടബോധം തോന്നും. പ്രേമം കല്യാണം കഴിക്കുന്നതോടെ തീരും. പിന്നെ നിങ്ങൾ കേവലം ഭാര്യ ഭർത്താക്കന്മാർ മാത്രമാണ്, സുധാകരൻ നായർ തുറന്നു പറഞ്ഞു. സന്ദീപിൻ്റെ മുഖത്ത് ആശങ്ക നിറഞ്ഞു. അവൻ കൂടെ കൂടെ അല്ലിമയെ നോക്കി. അവളുടെ മറുപടിയെ ആശ്രയിച്ചാണ്
തൻ്റെ ജീവിതത്തിൻ്റെ അടുത്ത ചൂട് ആരംഭിക്കുന്നുവെന്ന് അവൻ വിചാരിച്ചു. ഒന്ന് ഉപേക്ഷിച്ചാലേ വേറൊന്ന് കിട്ടൂ എന്ന ന്യായം കുറച്ച് കഠിന. അല്ലിമ പറഞ്ഞു. ഞാനിത്ര പ്രാക്ടിക്കലായിട്ട് ചിന്തിച്ചിരുന്നില്ല. വേറെ തടസ്സമൊന്നുമില്ലെന്നാണ് കരുതിയത്. ഇതൊരു തടസ്സമല്ലേ? അല്ലിമയ്ക്ക് എന്തു തോന്നുന്നു? സുധാകരൻ നായർ ചോദിച്ചു. ഉടനെ മാരേജ് വേണ്ടി വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. 2-3 വർഷം കൂടി കഴിയട്ടെ എന്നായിരുന്നു. 3 4 വർഷം വേണ്ടി വന്നേക്കും. അത്രയും കാലം സന്ദീപ് വെയിറ്റ് ചെയ്തെന്നിരിക്കട്ടെ. അപ്പോൾ അല്ലിമ ഒരു IPS ഓഫീസറായിരിക്കും, അല്ലെങ്കിൽ എവിടെയെങ്കിലും സബ് കളക്ടറായിരിക്കും. കേരളത്തിന് കിട്ടണമെന്നില്ല. ഇല്ലെങ്കിലേ അതിനൊന്നും ഞാൻ കാത്തു നിൽക്കില്ല. എൻ്റെ അച്ഛനും അമ്മയും സമ്മതിക്കില്ല. സന്ദീപ് അർദ്ധശങ്കക്കിടയിലെന്ന വണ്ണം വ്യക്തമായി പറഞ്ഞു. അല്ലിമയുടെ മുഖത്തും പരിഭ്രമമായി. അങ്ങനെയാണെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്ഷിപ്പ് മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി. വേറെ പ്രോമിസസ് ഒന്നും ഇല്ലാതിരിക്കുന്നത് നല്ലത്. നിങ്ങളെ വിഷമിക്കാൻ വേണ്ടി പറയുന്നതല്ല, വിഷമിക്കാതിരിക്കാൻ വേണ്ടിയാണ്. രണ്ടുപേരും നല്ലപോലെ ആത്മപരിശോധന നടത്തിയ ശേഷം മാത്രം ഫർദർ സ്റ്റെപ്പ് എടുത്താൽ മതി. സുധാകരൻ നായർ പറഞ്ഞു നിർത്തി. രംഗത്തിനൊരു മുറുക്കമായി. നല്ല മൂഡിലായിരുന്നു. അച്ഛനെല്ലാം നശിപ്പിച്ചു. ഗോപിക ആവലാതിപ്പെട്ടു. ഞാൻ പറയാനുള്ളത് പറഞ്ഞു. കളിതമാശ വേറെ, ജീവിതം വേറെ. സുധാകരൻ നായർ എഴുന്നേറ്റ് പോയി. അമ്മയോട് പെട്ടെന്ന് വരാമെന്ന് പറഞ്ഞിട്ട് പോന്നതാ. ഞാനും പോട്ടെ. അല്ലിമ എഴുന്നേറ്റു. അല്ലി ഇവിടെ ഇരിക്കി, വൈഷ്ണവി നിർബന്ധിച്ചു. ഇല്ല, ഞാൻ പോയിട്ട് പിന്നെ വരാം. അവൾ മറുപടിക്ക് നിൽക്കാതെ തിരിഞ്ഞു നടന്നു. നല്ല കോമഡി പടം കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ആറ്റം ബോംബ് കൂട്ടുന്ന ബാർ ഫിലിം വന്നു കയറിയ പോലെയായി. ഗോപിക കമൻ്റ് പറഞ്ഞു. സന്ദീപിൻ്റെ മുഖത്തും വല്ലായ്മ പ്രകടമായിരുന്നു. സന്തോഷിന് വിഷമമായല്ലേ? കിഷോർ ചോദിച്ചു. ഇങ്ങനെയൊരു സംഗതി ചിന്തിച്ചിട്ടില്ലല്ലോ. സാരമില്ല, എനിക്ക് അല്ലിമയുടെ അംബീഷൻസ് ലൈഫ് ബ്രേക്ക് ചെയ്യണമെന്നില്ല. അവളെ കഴിവുള്ള കുട്ടിയല്ലേ, ആഗ്രഹിച്ചതുപോലെ നടക്കട്ടെ. സന്ദീപ് പറഞ്ഞു. പ്രേമം ജയിക്കും, അംബീഷൻസൊക്കെ തോൽക്കും. ഗോപിക ത്രികാലജ്ഞാനിയെപ്പോലെ പറഞ്ഞു. അവൾ പഠിച്ച് കളക്ടറായി വന്നിട്ട് കല്യാണം നടക്കുമെന്നും വിചാരിക്കണ്ട കേട്ടോ സന്തോ. അപ്പോൾ അവളുടെയും നമ്മുടെയും ലെവൽ തമ്മിൽ ഒത്തുപോയില്ല. വൈഷ്ണവി ഓർമ്മിപ്പിച്ചു. അതല്ലേ ഞാൻ പറഞ്ഞത്, നടക്കില്ലെന്ന്. സന്ദീപ് അനുകൂലിച്ചു. സംഭവം തുടക്കത്തിലേ പൊളിഞ്ഞോ? കിഷോർ ആരോടൊന്നില്ലാതെ ചോദിച്ചു. ആരും മറുപടി പറഞ്ഞില്ല. അലിമ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ശ്രീലക്ഷ്മി അവളെ മുറിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. അച്ഛനെതിരെ ടെൻഷനാണ്, അവർ മകളോട് പറഞ്ഞു. എന്തിന്? നീ കാരണം. നീയും അവനും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് നീ സമ്മതിച്ചില്ലേ? അതുകൊണ്ടെന്താ, ഇഷ്ടപ്പെടാൻ പാടില്ലേ? അച്ഛന് നിന്നെപ്പറ്റി കുറേ സങ്കല്പങ്ങളൊക്കെ ഉണ്ടല്ലോ, നിനക്കറിയാതെ. നീ തന്നെ അന്ന് അങ്ങനൊരു വിശ്വാസം ഉണ്ടാക്കി വെച്ചല്ലേ. അതൊക്കെ ഞാൻ സമ്മതിച്ചു. ഇപ്പോൾ എന്തു പറ്റിയെന്ന് പറ. നീ പ്രേമിക്കാനും കല്യാണം കഴിക്കാനും പോയാൽ അതൊക്കെ നടക്കുമോ? നിൻ്റെ പഠിപ്പ് അതോടെ തീരും. നീ അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിച്ചതിൻ്റെ ഹൈറ്റിൽ നിനക്കെത്താനൊന്നും പറ്റില്ല. അപ്പം ഞാനൊന്ന് ചോദിക്കട്ടെ, സുധാരണങ്ങളും ആൻറ്റിയും കൂടി ആദ്യം കല്യാണം ആലോചിച്ച് വന്നപ്പോൾ അച്ഛനും അമ്മയും കൂടി അത് എൻ്റെ ഇഷ്ടത്തിന് വിട്ടു തന്നത് എന്തിനാണ്? നീ തെറ്റായൊരു തീരുമാനം എടുക്കില്ലെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ടായിരുന്നുകൊണ്ട്. ഇപ്പോഴോ നീ ഒരു റോങ് ഡിസിഷൻ എടുത്തേക്കുമെന്ന് അച്ഛനും എനിക്കും ഭയമുണ്ട്. അല്ലിമ അമ്മയുടെ മുഖത്തേക്ക് തന്നെ നോക്കി നിന്നു. നീ നല്ലപോലെ ആലോചിക്കണം, ബുദ്ധിപൂർവ്വം തീരുമാനം എടുക്കണം. കല്യാണം എപ്പോൾ വേണമെങ്കിലും കഴിക്കാം, പക്ഷെ അതിനുവേണ്ടി യാത്ര മുടക്കിയാൽ എത്തേണ്ടിടത്ത് ഒരിക്കലും എത്തിച്ചേരില്ല. ശ്രീലക്ഷ്മി മുന്നറിയിപ്പ് നൽകി. അധ്യായം 11. വൈകുന്നേരം കിച്ചണിലെ ഡിന്നറിലുള്ള പണികൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഫോൺ കോൾ വന്നത്. അമ്മയെ സഹായിച്ചുകൊണ്ട് കിച്ചണിലുണ്ടായിരുന്ന ഗോപിക ഫോണിൻ്റെ നേർക്ക് നോക്കിയിട്ട് വൈഷ്ണവിയെ ശാസിച്ചു. അമ്മയോട് എത്ര പറഞ്ഞാലും കേൾക്കില്ല. സ്റ്റൗവിനടുത്ത് കൊണ്ടുപോയി മൊബൈൽ വെക്കരുതെന്ന്. അത് മനഃപൂർവ്വം വെക്കുന്നതാണോ? അടുപ്പിലെന്തെങ്കിലും ഇളക്കിക്കൊണ്ട് നിൽക്കുമ്പോഴായിരിക്കും ആരെങ്കിലും വിളിക്കുന്നത്. സംസാരിച്ചിട്ട് ഫോൺ കയ്യെത്തുന്നിടത്ത് വയ്ക്കും. അടുപ്പിലിരിക്കുന്നതിലല്ലേ ശ്രദ്ധ. വൈഷ്ണവി ചെന്ന് ഫോൺ എടുത്ത് നോക്കി. രാജശ്രീയാണ്. ഹലോ ചേച്ചി, നീ അവിടെ എന്ത് ചെയ്യാം? കൊച്ചുകളെ കുറച്ച് പണിയാ. രാത്രിയിലേക്കുള്ളതാണോടി? അതെ. ഒരുത്തൻ ഇവിടുന്ന് അങ്ങോട്ട് പോന്നിട്ടുണ്ടായിരുന്നു രാവിലെ. എത്തിയെന്ന് പറഞ്ഞ് വിളിച്ച ശേഷം പിന്നീട് വിവരമൊന്നുമില്ലല്ലോ. അവനും കിച്ചും കൂടെ പുറത്തോട്ട് പോയിരിക്കുക. ലുലുവിൽ പോകണമെന്ന് പറയുന്നത് കേട്ടായിരുന്നു. അവനെന്താ ദുരുദ്ദേശമായിട്ട് അങ്ങോട്ട് വന്നിരിക്കുന്നത്? ഒന്ന് വാച്ച് ചെയ്തേക്കണേ. ദുരുദ്ദേശം എന്താ? അടുത്ത വില്ലയിലെ താമസക്കാരി ആ പെണ്ണില്ലേ അല്ലിമ, ഇപ്പോൾ അവളും അവനും തമ്മിൽ
ഒരു ധാരണയായി എന്നാണ് തോന്നണേ. അവളെ കാണാൻ വേണ്ടിയല്ലേ അങ്ങോട്ട് വന്നേക്കണത്. ആ ദുരുദ്ദേശം നടന്നു, വൈഷ്ണവി ചിരിയോടെ പറഞ്ഞു. സന്തു വന്ന ഉടനെ അല്ലി ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടുകാരുടെ സപ്പോർട്ട് കൂടി കിട്ടുമ്പോൾ അവർക്ക് സിനിമയിലെ മാതിരി പാട്ടും പാടി നടക്കാമല്ലോ, രാജശ്രീ തമാശ മട്ടിൽ പറഞ്ഞു. പക്ഷെ ഇങ്ങനെ ഈസിയായിട്ട് പോണ ലക്ഷണമൊന്നും കാണുന്നില്ല ചേച്ചി. കുറച്ച് വിഷമത്തിലാണ് രണ്ടുപേരും. ആ അതെന്തു പറ്റി? വൈഷ്ണവി രാജശ്രീയോട് കാര്യങ്ങൾ വിശദമായി പറഞ്ഞു. അത് നടക്കില്ല കേട്ടോ, രാജശ്രീ കണിഷായി പറഞ്ഞു. എങ്ങനെ നോക്കിയാലും 3-4 കൊല്ലം കൂടി കഴിയും കല്യാണം നടത്തണമെങ്കിൽ. നോ ചാൻസ്. അതിവിടെ ഞങ്ങളും പറഞ്ഞു. പെണ്ണ് കലക്ടറായിട്ട് വരുമ്പോൾ അവനെ വേണ്ടാന്ന് പറഞ്ഞാൽ എല്ലാം തീർന്നില്ലേ? വൈഷ്ണവി അതിനോട് അനുകൂലിച്ചു. വേണ്ടാന്ന് പറയും, ഉറപ്പല്ലേ? എത്ര വലിയ പ്രോമിസ് കൊടുത്തിട്ട് പോയാലും ശരി, മാറ്റം വരും. IASൻ്റെ പഠിപ്പും ട്രെയിനിങ്ങും ഒക്കെ വേറെ ലെവലാണ്. ഇവിടുത്തെ പ്രിലിമിനറി എഴുതി പോകുന്ന ആളല്ലേ പ്രൊമോഷൻ കഴിഞ്ഞ് തിരിച്ചു വരുന്നത്. വെറുതെ എൻ്റെ മോൻ കാത്തിരുന്നിട്ട് സമയം കളഞ്ഞിട്ട് ഒരു കാര്യമില്ല. ജേട്ടൻ സമ്മതിക്കില്ല. ഞാനും സുധേട്ടനും സന്തുവിനോട് പറഞ്ഞു, കല്യാണം വരെ ഉറപ്പിച്ചു വെച്ചിട്ട് പെണ്ണും ചെക്കനും പഠിപ്പ് കഴിഞ്ഞ് ജോലി കിട്ടി വരുമ്പോൾ അതെല്ലാം മറന്ന് വേറെ വേറെ കല്യാണം കഴിച്ച് എത്രയോ സംഭവങ്ങളുണ്ട്. മാവേലിക്കര ഞങ്ങളുടെ തറവാടിനടുത്ത് നടന്നൊരു സംഭവമുണ്ട്. പൈസയുള്ള ചെക്കനാ, പെണ്ണ് പൈസ ഇല്ലാത്തടുത്ത്. അവൾക്ക് BSc നേഴ്സിങ്ങിന് പഠിക്കണം. അവൻ പൈസ മുടക്കി അവളെ പഠിക്കാൻ അയച്ചു. അവന് മാവേലിക്കര ഇലക്ട്രോണിക്സിൻ്റെ ഷോപ്പാണ്. അവൾ പഠിച്ച് പാസ്സായി തിരിച്ചു വന്ന് വേറൊരുത്തനെയും കിട്ടി അയർലാൻഡിന് പോയി. വൈഷ്ണവി വിശദീകരിച്ചു. അവളെയും കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. കാരണം പഠിക്കാനും ജോലി കിട്ടാനും ഒക്കെ വർഷങ്ങളെടുക്കൂലേ. പെണ്ണ് സുന്ദരിയാണെങ്കിൽ അതിനിടയ്ക്ക് കൊള്ളാവുന്ന ഏതെങ്കിലും ഒരുത്തം വന്ന് പറ്റിക്കൂടും. ആരെയൊക്കെ എൻഗേജ്ഡ് ആണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞാലും ചില ആൺപിള്ളേർ കൊണ്ടേ പോകൂ. സിനിമയിലാണെങ്കിൽ ആണും പെണ്ണും എത്ര വർഷം വേണമെങ്കിലും കാത്തിരിക്കും. അവൾ പഠിക്കാൻ പോകുമ്പോൾ ഒരു പാട്ട് സീൻ തുടങ്ങി വെച്ചാൽ ആ പാട്ട് തീരുമ്പോഴേക്കും അവൾ പഠിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്ന് ജോലി കയറും. എല്ലാം കൂടി ഒരു 4 മിനിറ്റ്, പിന്നെ കല്യാണം നടത്തിയാൽ മതി. ജീവിതത്തിൽ അതുപോലെ നടക്കുമോ? ശരിയാ ചേച്ചി, വൈഷ്ണവി ചിരിച്ചു. സന്തു ഇനി എന്തിനാ അവിടെ നിൽക്കണേ? തിരിച്ചു പോരാൻ പറഞ്ഞേക്ക്. അവനിപ്പോഴും ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് തോന്നുന്നു. അല്ലി പറഞ്ഞില്ലേ, അതുകൊണ്ടായിരിക്കും. അത് ശരിയാവുമെന്ന് എനിക്കും തോന്നുന്നില്ല. ഇവിടെ ജയേട്ടനാണെങ്കിൽ നാളും നക്ഷത്രവും എല്ലാം അരിച്ചു നോക്കുന്ന സ്വഭാവമാണ്. മറ്റെല്ലാം ശരിയായാലും ജാതകം കൂടി ഒത്തുവരണ്ടേ? അതിനൊക്കെ ഇപ്പോൾ പരിഹാരങ്ങളുണ്ടല്ലോ ചേച്ചി. പ്രിയരെ, നമ്മുടെ കഥ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് നാളെ നമ്മൾ വീണ്ടും കണ്ടുമുട്ടും. നമ്മുടെ 2 നോവലാണ് ഇപ്പോൾ തീർന്നിരിക്കുന്നത്. കാറ്റിൽ പരന്ന സുഗന്ധം തീർന്നു, വലയം തീർന്നു. ഈ 2 നോവലിന് പകരം വേറെ ഒരു നോവൽ കൂടി വരും. ഇതിൻ്റെ സമയം നമ്മൾ കുറച്ചുകൂടി നീട്ടാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ഏകദേശം ഒരു ദിവസം 1 മണിക്കൂർ എന്ന നിലയിലേക്ക് ഈ നോവലിൻ്റെ ടൈം മാറ്റും. പുതിയ നോവൽ 1/2 മണിക്കൂർ. ആ രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. വീണ്ടും കാണാമെന്നുള്ള വിശ്വാസത്തിൽ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.